ഇനി കാണാം ടോപ്പ് ഹെഡ്ലൈൻസ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്ത്. PP ദിവ്യ യാത്രയപ്പിനെത്തിയത് ആസൂത്രിതമായി, ചടങ്ങിനെത്തിയത് കളക്ടറുടെ അനുമതിയില്ലാതെ. യാത്രയപ്പ് ചടങ്ങ് ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും ദിവ്യ. നവീൻ ബാബുവിനെ PP ദിവ്യ കരുതിക്കൂട്ടി ആക്ഷേപിച്ചെന്നും റിപ്പോർട്ട്. CPIM സംസ്ഥാന സമ്മേളനത്തിൽ നയരേഖയ്ക്ക് പിന്തുണ. നയരേഖ പാർട്ടി ലൈനാണോ എന്നും സെസ്സും ഫീസും ആശങ്കയുണ്ടാക്കിയുവെന്നും ചില പ്രതിനിധികൾ. പുതിയ വിഭവ സമാഹരണം എന്ന നിർദ്ദേശം സ്വാഗതം ചെയ്തെന്ന് CPIM സെക്രട്ടറി. കേരളം ചങ്ങാത്ത മുതലാളിത്തത്തിനില്ലെന്ന MP ഗോവിന്ദൻ മാസ്റ്റർ. വനിതാ ദിനത്തിൽ യുവതിയോട് ക്രൂരത. ഇടുക്കി നെടുങ്കണ്ടത്ത് ആസം സ്വദേശിയായ യുവതി ബലാത്സംഗത്തിന് ഇരയായി. അസം സ്വദേശി സദാമും കൂട്ടാളികളും അറസ്റ്റ്. കാസർഗോഡ് കയ്യൂരിൽ സൂര്യാഘാതമേറ്റ ഒരാൾ മരിച്ചു. മരിച്ചത് കയ്യൂർ വലിയ പൊയിലിൽ കുഞ്ഞിക്കണ്ണൻ. സൂര്യാഘാതമേറ്റത് ഉച്ചയ്ക്ക് 2:30 വീടിന് സമീപത്ത് വെച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് MDMA പൊതി വിഴുങ്ങിയ ആൾ മരിച്ചു. മരിച്ചത് വൈക്കാവ് സ്വദേശി ഷാനിദ്. എൻഡോസ്കോപ്പിയിൽ വയറ്റിൽ വെളുത്ത തരികൾ അടങ്ങിയ കവറുകൾ കണ്ടെത്തിയിരുന്നു. ഷാനിദ് മുൻപും ലഹരി കേസുകളിൽ പ്രതിയെന്ന പോലീസ്. വയനാട് ബാവലിയിൽ ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. താനൂരിലെ പെൺകുട്ടികളെ കാണാതായതിൽ കസ്റ്റഡിയിലുള്ള അക്ബർ റഹീം അറസ്റ്റിൽ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ഫോണിൽ പിന്തുടരൽ എന്നീ വകുപ്പുകൾ ചുമത്തി. മജിസ്ട്രേറ്റിന് മുന്നിൽ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. കുട്ടികൾ മുംബൈയിലെ ബ്യൂട്ടി പാർലറിലെത്തിയത് യാദൃശ്ചികമെന്ന് പോലീസ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. കൊലപാതകം നടത്തിയ വീടുകളിലും ചുറ്റിക വാങ്ങിയ കടയിലും ധനകാര്യ സ്ഥാപനത്തിലും എത്തിച്ച് തെളിവെടുത്തു. അഫാന്റെ കൂടുതൽ മൊഴികൾ പുറത്ത്. താനില്ലാതെ ഉമ്മയ്ക്കും അനിയനും പെൺസുഹൃത്തിനും ജീവിക്കാനാവില്ലെന്ന് ആവർത്തിച്ച അഫാൻ. മണിപ്പൂരിൽ സ്വതന്ത്ര സഞ്ചാരം അനുവദിച്ചതിന് പിന്നാലെ വീണ്ടും സംഘർഷം. കുക്കി വിഭാഗം സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി. പ്രക്ഷോഭകർ വാഹനങ്ങൾക്ക് കല്ലെറിഞ്ഞു. ഗതാഗതം തടസ്സപ്പെടുത്തി. കണ്ണീർ വാതകം പ്രയോഗിച്ച പോലീസ്. ഡൽഹി വിമാനത്താവളത്തിൽ 82-കാരിക്ക് വീൽചെയർ നിഷേധിച്ച് എയർ ഇന്ത്യ. വയോധിക വിമാനത്താവളത്തിൽ മുഖമടിച്ച് വീണു. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടും വീൽചെയർ നിഷേധിച്ചെന്ന് കുടുംബം. വീൽചെയർ നിഷേധിച്ചില്ലെന്ന ന്യായീകരണവുമായി എയർ ഇന്ത്യ. തിരക്ക് കാരണം വീൽചെയർ ലഭ്യമായില്ല. നടന്നു പോകാൻ തീരുമാനിച്ചത് യാത്രക്കാരി തന്നെയെന്ന് വിശദീകരണം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യ നാളെ ഇറങ്ങും. ഫൈനലിൽ എതിരാളികൾ ന്യൂസിലാൻഡ്. മത്സരം നാളെ ഉച്ചയ്ക്ക് 2:30 ദുബായ്.